രാഹുലെ, KC വേണുഗോപാലിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, മാധ്യമങ്ങൾ പറഞ്ഞാണ്. പക്ഷേ അത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പം മെത്രാപ്പൊലീത്ത രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സഭയ്ക്ക് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഉള്ളിലുള്ള അവരുടെ ഇന്റർണൽ പ്രശ്നങ്ങൾ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാലിൻ്റെ പേരും പരിഗണിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് ആരാണ് ഇത് ഉണ്ടാക്കുന്നത്? നമ്മൾ കൃത്യമായി ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ വി ഡി സതീശനെ അത്രയും ഹൈപ്പിൽ കൊണ്ടെത്തിച്ചത് ആരാണ്? കേരളത്തിലെ മാധ്യമങ്ങളാണ്. KC വേണുഗോപാലിനെ അത്രയും ഹൈപ്പിൽ കൊണ്ടെത്തിച്ചത് ആരാണ്? ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന ആളുകളെ കോൺഗ്രസ് അധികാരത്തിൽ കൊണ്ടുവരണം, കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ലല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങളല്ലല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പിട്ട് ഇലക്ഷൻ, അതായത് മെനയാന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് തൊട്ട് പല ആളുകളും ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അതിനുശേഷം ബസ്സിൽ എന്തുകൊണ്ട് നിങ്ങൾ സൗജന്യ യാത്ര കൊടുക്കുന്നില്ല? ഇപ്പോൾ UDF കൊടുക്കാമെന്ന് പറഞ്ഞുള്ള പദ്ധതികളെ പറ്റി ഇങ്ങനെ നിറയെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ചാർജ് കൂടുന്നതിനെ പറ്റി വലിയ മനുഷ്യച്ചങ്ങല തീർക്കാൻ പോകുന്നു എന്നുള്ള ഒരു പോസ്റ്റൊക്കെ ഞാൻ കണ്ടു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ചോക്കൂ, ഇവിടുത്തെ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നില്ല. അവർ വിജയിച്ചത് മാത്രമേ ഉള്ളൂ, അധികാരത്തിലേറിയിട്ടില്ല, മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടില്ല. അതിനു മുമ്പിട്ട് വരാൻ പോകുന്ന സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുക, ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ദേശീയ സംഘടനയല്ലേ? ഇപ്പോൾ CPM-നെ പോലെ ഞങ്ങൾക്ക് പിണറായി ഉണ്ട്, രണ്ടാം കൊല്ലവും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവും, പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും പിണറായി വിജയൻ തന്നെ വരും. അങ്ങനെ ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പാർട്ടി അല്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് ഇതിനു മുമ്പ് ഈ 3 പേരാണെങ്കിലും, KC വേണുഗോപാലാണെങ്കിലും, രമേശ് ചെന്നിത്തലയാണെങ്കിലും, VD സതീശനാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വൈദഗ്ധ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചപ്പോൾ രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ VD സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന, സാമൂഹ്യ മാധ്യമങ്ങളുടെ മുറവിളി കൂട്ടുന്ന ഫ്ലെക്സുകൾ വെക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഇത് ഹൈക്കമാൻഡിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തുന്നത് പോലെ അത്ര ഈസി അല്ലല്ലോ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ തോറ്റു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവാക്കിയത്? അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് VD സതീശന് കൊടുത്തത്? ഇതെല്ലാം ഹൈക്കമാൻഡ് കൊടുത്തതല്ലേ, അല്ലാതെ ഇവിടെ ഇരിക്കുന്ന താഴെ തട്ടിലിരിക്കുന്ന ആളുകളെല്ലാം ഫോണിലൂടെ ഇനി VD സതീശൻ വരട്ടെ എന്ന് പറയുന്നല്ലോ. ഈ VD സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആരാണ് VD സതീശൻ എന്ന് ചോദിച്ചുകൊണ്ടുവന്ന എത്രയോ പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു. VD സതീശനെ അറിയാത്ത ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫ് വരുന്ന സാഹചര്യത്തിൽ ആരാണ് ഈ സണ്ണി ജോസഫ് എന്ന് ചോദിച്ച് മുറോളി കൂട്ടി ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഓരോ ആളുകൾക്കും കഴിവുകളുണ്ട്. ആ കഴിവുകൾ നോക്കിയിട്ടാണ് അവർക്ക് ഏത് അധികാര വികേന്ദ്രങ്ങൾ കൊടുക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നത്. ഇത് ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും അടുത്ത ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷന് മുന്നേ വിട്ട ആളുകളാണ്. 6-ാം തീയതി സ്ക്രീനിങ് കമ്മിറ്റി വെക്കുമെന്നും അത് കഴിഞ്ഞിട്ട് ഘടകകക്ഷികളുടെ മീറ്റിംഗ് വെക്കുമെന്നും അതിനുശേഷം ഡൽഹിയിലേക്ക് പോകുമെന്നും അതിനുശേഷം ഡൽഹിയിൽ വെച്ച് 8-ാം തീയതിയോ 10-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നുള്ള അവരുടെ ബൈലോ അവർ ആ ഒരു സിസ്റ്റമാറ്റിക്കൽ രീതിയിലാണ് പോകുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അത് AICC ആണ് തീരുമാനിക്കുന്നത്. AICC ഇവിടെ 140 മണ്ഡലങ്ങളിലും ജയിക്കാനുള്ള സ്ഥാനാർത്ഥികളെ ഇട്ടതിൽ AICCക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ കൊടുത്ത എത്രയോ പേരുകളുണ്ട്. ഇപ്പോൾ അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. KC വേണുഗോപാലിൻ്റെ ആളുകളാണ് അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടത്തില്ലേ? ഇങ്ങനെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള ആളുകൾ കൂടുതലും ജയിച്ചു വന്നത് അത് അയാളുടെ മിടുക്കൊണ്ടല്ലേ, അയാൾക്ക് ആക്സസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലേ, അയാൾക്ക് അനാലിസിസ് ചെയ്യാനുള്ള ഇന്ന ആളെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വിജയിച്ച് എടുക്കാൻ കഴിയും. ഇപ്പോൾ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം
കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നൊരു മണ്ഡലമാണ്. നമ്മുടെ സന്ദീപ് വാര്യർ മത്സരിച്ച് വിജയിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വിജയിക്കുന്നിടം വരെ കോൺഗ്രസ് പാർട്ടിക്ക് ഉറപ്പില്ലായിരുന്നു അവിടെ വിജയിക്കുന്നത്. പക്ഷേ AICCക്ക് ഉറപ്പുണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ സ്ഥാനാർത്ഥി അവിടേക്ക് നിശ്ചയിച്ചത്. അപ്പോൾ സൂരജിനെ എന്തുകൊണ്ടാണ് മത്സരിപ്പിച്ചത്? അവിടെ സച്ചിൻ ദേവിനെ തോൽപ്പിച്ചുകൊണ്ട് സൂരജിന് വരാൻ കഴിയുമെന്നൊരു ഉറപ്പ് AICCക്ക് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലുള്ള ആളുകളെ എല്ലാം ആരാണ് മത്സരിപ്പിച്ചത്? ഇപ്പോൾ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയാണെങ്കിലും ഇവരെല്ലാം വർഷങ്ങളായിട്ട് ചിലർ മണ്ഡലം നോക്കി നിൽക്കുന്ന ആളുകളാണ്. ഇവരെല്ലാം കൃത്യമായിട്ട് വീണ്ടും മത്സരിപ്പിച്ചത് ആരാണ്? KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിലും അധികാരത്തിൽ വരണമെങ്കിൽ ആരെങ്കിലും രാജിവെച്ച് ഒഴിഞ്ഞു കൊടുക്കണേ. അങ്ങനെ വെച്ച് കൊടുക്കുന്ന ആളുകൾ കുറവാണ്. അങ്ങനെ രാജിവെച്ച് ഒരാൾ ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അയാൾക്ക് യോഗ്യത ഉണ്ടായതുകൊണ്ടായിരിക്കില്ലേ. ഇനി അയാൾ മത്സരിക്കണമെങ്കിൽ അയാൾക്ക് AICC പറയുന്ന അത്രയേറെ യോഗ്യതകൾ ഉണ്ടാവണ്ടേ? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തലമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എങ്ങനെയാണ് UDF ജയിച്ചത്? ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടാണോ UDF ജയിച്ചത്? ഒരിക്കലുമല്ല. VD സതീശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇവിടെ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത പിണറായി വിജയനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഇവിടെ 2ാം തവണയും 3ാം തവണയും ഇപ്പോൾ മത്സരിച്ചത്. അവിടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ കാണിച്ചിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലിനെയോ കണ്ടിട്ടല്ല ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് UDFന് 102 സീറ്റുകൾ കൊടുത്തത്. അത് കൃത്യമായി CPMന്റെ വോട്ടുകൾ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് CPMന്റെ വോട്ടുകൾ ചോർന്നത്? ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അവർക്ക് UDFനോട് വിശ്വാസത ഉണ്ടായതുകൊണ്ടാണ്. UDF വന്നു കഴിഞ്ഞാൽ UDF നയിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും UDFനെ സഹായിച്ച ഒന്നാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും G സുധാകരനാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെല്ലാം. അപ്പോൾ ഇവരെ എല്ലാം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർക്കെല്ലാം സീറ്റ് ഓഫർ ചെയ്തതാരാണ്? KC വേണുഗോപാലിനെ പോലെയും രമേശ് ചെന്നിത്തലയെ പോലെയും VD സതീശനെ പോലെയും ആർച്ചോളം നേതാക്കളുണ്ടായതുകൊണ്ടല്ലേ. ഇത് ഒരാളുടെ മാത്രമാണ്. ഇപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും കണ്ണൂർ, TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഇവരെല്ലാം പോയി കണ്ട് സംസാരിച്ചാലാണ്. KC വേണുഗോപാൽ എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടാണ് എത്ര വിമത സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പുനലൂരിൽ സഞ്ജയ് ഖാൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുത്തതാണ്. അവിടെ പോയി ഈ നമ്മുടെ സർക്കാർ വരികയാണെങ്കിൽ നിനക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം തരും, നീ ഒന്ന് ക്ഷമിക്കാതെ ആ കെട്ടിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു നേതാവുണ്ട്. അതായിരുന്നു KC വേണുഗോപാൽ. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർ കടന്നു വന്നാൽ എന്താണ്? ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിൽ എന്തോ വലിയ പടലപ്പിണക്കം തുടങ്ങി, UDFിൽ VD സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു. അപ്പോൾ എല്ലാവരും മാധ്യമ സൃഷ്ടിയാണ്. VD സതീശൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് ഒരു മാധ്യമ സൃഷ്ടി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വരണമെന്ന് പറഞ്ഞൊരു മാധ്യമ സൃഷ്ടി. അപ്പോൾ ഇതെല്ലാം ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ്. മാധ്യമങ്ങളല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിന് UDFന്റെ നേതൃത്വമുണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയും പിന്നെ UDFന്റെ ദേശീയ തലത്തിലുള്ള ഇത് അനാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വന്ന് കൃത്യമായി അനാലിസിസ് ചെയ്ത് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കും. അവിടെ ഐക്യകണ്ഠേനയാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരുടെയും ഇപ്പോൾ ഈ മത്സരിച്ചിട്ടുള്ള 102 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 102 സ്ഥാനാർത്ഥികളുടെയും അവർക്ക് എന്താണ്, ആര് മുഖ്യമന്ത്രി ആവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ സ്വരൂപിക്കും. അപ്പോൾ എല്ലാവരുടെയും പേര് വരുമായിരിക്കുമല്ലോ. തീർച്ചയായും VD സതീശൻ്റെ കാണും, രമേശ് ചെന്നിത്തലയുടെ കാണും, KC വേണുഗോപാലിൻ്റെ കാണും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ കാണും. ഇപ്പോൾ സുധാകരനെ കാണും, ചിലപ്പം കൊടിക്കുന്നിൽ സുരേഷിനെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ പേര് വരും. അതെല്ലാം അവർ പറയും. അതേപോലെ തന്നെ ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. UDFന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മുഴുവൻ നയിച്ച ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാരുണ്ട്, സുധാകരനെ പോലുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള എത്ര നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കും ആരടുത്ത അധികാരത്തിൽ വരണമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാട്ടിയിട്ടല്ല UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ UDFന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് UDFകാരാണ്. ഇവിടുത്തെ മാധ്യമങ്ങളല്ല, ഈ അജണ്ടകളല്ല,
ചിലപ്പോൾ ആര് വേണമെങ്കിലും വന്നേക്കാം. ഇവിടെ അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമാണ്. അവിടെ അതിൻ്റെ ഏറ്റവും തലപ്പത്തിൽ ചെല്ലുമ്പോഴേക്കും ഒരുപാട് കണക്കുകൂട്ടലുണ്ടാകും. ആ കണക്കുകൂട്ടലുകളുടെയും ആ സെറ്റിൽമെൻറ്റുകളുടെയും ആ സാമുദായിക സമവാക്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉണ്ടാകാൻ പോകുന്നത്.